ഈ ത്വരീക്കത്ത് കുറെ നടക്കുന്ന കാലമാണല്ലോ ഇപ്പൊ. പണ്ട് കാലത്തും ഉണ്ട്, ഇപ്പൊ കാലത്താണ് അധികമായത്. വ്യാജന്മാരായിട്ടുള്ളതും ഉണ്ട്, അതല്ല നല്ലതും ഉണ്ട്. ഇപ്പൊ അടുത്ത് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റർ കാണുന്നുണ്ടായി. ഈ ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ലോകമെമ്പാടുമുള്ള അനുയായികളുള്ള ഹസ്രത്ത് ഗോഹർ ഹാഷി അവറുകൾ വിമർശിക്കാൻ സമസ്തക്ക് എന്താ അവകാശമാണ്? സത്യം പറഞ്ഞാൽ അവരെന്ത് ത്വരീക്കത്താണ് ഇന്ന് ഇവിടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാനാണ്. ഒരു പറയുന്നത് കേരളത്തിൽ മാത്രമാണ് സമസ്ത ഉള്ളതെന്ന്, മറ്റേ ത്വരീക്കത്ത് ലോകമെമ്പാടുണ്ട് എന്നുള്ളത്. സമസ്ത അതിനെ വിലക്കി എന്ന് പറയുമ്പോ അതിന്റെ ആശയങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ. സമസ്ത ഒരു കാര്യം വിലക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. വെറുതെ ഒന്നും വിലക്കുന്ന ഒരു സ്വഭാവം പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. പൂർണ്ണമായും അതിനെക്കുറിച്ച് പഠിച്ചിട്ടായിരിക്കും സമസ്ത ഒരു തീരുമാനം എടുക്കുക, അത് തീർച്ചയാണ്. എന്തായാലും സമസ്ത തീരുമാനം എടുത്താലും ഇല്ലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് അപാകതകൾ അതിനുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്, അത് തീർച്ചയാണ്. അങ്ങനെ അപാകത ആ പറയുന്ന ഗോവർ ഷാഹി എന്ന് പറയുന്ന ആളുടെ കള്ള വ്യാജ ത്വരീക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അപാകതകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ വ്യക്തമാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം അല്ലെ. അവര് പറയണെന്ന് വെച്ചാൽ നമ്മള് കേരളത്തിൽ മാത്രമാണ് ഒതുങ്ങി കുത്തിരിക്കുന്നത്, മറ്റൊരു ലോകത്തെമ്പാടും ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങി എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന പേരിൽ എന്നുള്ളതല്ലേ. സമസ്തയുടെ ആശയം സുന്നത്തി ജമാഅത്താണ്. ആ സുന്നത്തി ജമാഅത്ത് എന്നുള്ള വിഷയം, സമസ്ത എന്നുള്ളത് കേരളത്തിൽ സമസ്തയായിട്ട് അറിയപ്പെടുന്നു, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അഹ്ലുസുന്ന എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നുണ്ട്. അഥവാ സുന്നി ആശയാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് സമസ്ത ഇങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ കാരണം? സമസ്തയുടെ ആശയം എന്ന് പറഞ്ഞാൽ സുന്നിസാണ്. ഈ സുന്നിസത്തിന് എതിരായ വിഷയം അവരിൽ ഉണ്ടായത് കൊണ്ടാണ് സമസ്ത അത് എതിർത്തിട്ടുള്ളത്. ഇതേ സുന്നിസത്തിനെതിരായ വിഷയം ഇനി ഉത്തരേന്ത്യയിലാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ എവിടെയാണെങ്കിലും സുന്നിസത്തിനെതിരായ വിഷയമാണെങ്കിൽ അവരൊക്കെ ഇതിനെ എതിർത്തിട്ടുണ്ടാവും. അപ്പം സമസ്ത എന്നുള്ളത് മാത്രമല്ല, അഹ്ലുസുന്ന എതിർക്കുന്ന വിഷയങ്ങൾ ഒരുപാട് അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് തെളിവുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഉദാഹരണം ഒരു തെളിവ് എന്തായാലും പറയാനുണ്ടോ? ഗോവർ ഷാഹി എന്ന് പറഞ്ഞാള്, ഇദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1941 എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ജനനം എന്ന് തോന്നുന്നത്. അദ്ദേഹം പാകിസ്ഥാനുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കെണിവലയിൽ പെടുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. പൊതുവേ ഉള്ളൊരു സ്വഭാവമുണ്ട്, ഏതിനും ഒരു ഒറിജിനാലിറ്റിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. എന്തുകൊണ്ടാ? ആ ഒറിജിനാലിറ്റി യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാനാണ്. അപ്പൊ സമസ്തയുടെ പേരിൽ ഒരു ഡ്യൂപ്ലി വരാന്ന് വെക്കുക, നാം മനസ്സിലാക്കുക ഒറിജിനൽ സംഗതി സമസ്ത ഒറിജിനലാണ്. അപ്പൊ ത്വരീക്കത്തിന്റെ മേലെ വ്യാജം വരുമ്പം ഒറിജിനൽ ത്വരീക്കത്തുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം ഇപ്പം മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിലുള്ള ഒരുപാട് ത്വരീക്കത്തുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വ്യാജന്മാർ ഒരുപാടുണ്ട്. മടവൂർ ഷെയ്ഖുനാന്റെ പേരിൽ ഒരുപാട് വ്യാജന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാലത്ത് എന്താണ് ആ ത്വരീക്കത്തിന്റെ വ്യാജന്മാരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർക്കാണ് അതിനെക്കുറിച്ച് പറയാൻ കഴിയുക. അറിവില്ലാത്ത ആളുകൾ വന്ന് മുൻനിരയിൽ ഇരിക്കുമ്പോൾ അവർ ചെയ്യുന്നതൊക്കെ സത്യമാണെന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. കാരണം നമുക്കൊരു സ്കെയിൽ ഇവിടെ ഉണ്ട്, ഏതാ ശരീഅത്ത് എന്നുള്ള ദീൻ എന്നുള്ളൊരു സ്കെയിൽ ഉണ്ട്. ആ സ്കെയിൽ വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ബാഹ്യാർത്ഥത്തിൽ അദ്ദേഹത്തിന് ശരീഅത്തിന്റെ ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയൽ പണ്ഡിതന്മാരുടെ കടമയാണ്. അത് പണ്ഡിതന്മാർ തന്നെ പറഞ്ഞോളണം, അത് അവരുടെ ബാധ്യതയാണ്. അതാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഗോവർ ഷാഹിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചെയ്യാം. ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ, ഇതുമായി ബന്ധപ്പെട്ട അനുയായികളുടെ ഒരു വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോയില് ഹറാമ് പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ധിക്കാരം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിൽ കാണുന്നത് ആണും പെണ്ണും ഒരുമിച്ച് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മർസിയത്തോ എന്തെങ്കിലും അനുസ്മരണ എന്തെങ്കിലും ഗാനങ്ങൾ പാടുമായിരിക്കും. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കണതുണ്ട്? ഇഖ്തിലാത്തുൻ നിസാഇ ബിർ റിജാൽ, പുരുഷന്മാര് പെണ്ണുങ്ങളോട് കൂടിക്കലരുക എന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അതിവിടെ സംഭവിക്കും. അത് ഒന്നാമത്തെ തെറ്റാണ്. അത് ഏത് ത്വരീഖത്താണെങ്കിലും അംഗീകരിക്കാൻ പറ്റൂല. ഏത് ത്വരീഖത്താണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആൺ പെൺ സങ്കലനം എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ലാത്തൊരു സംഗതിയാണ്. കാരണം അതിന് ഒരുപാട് വിലക്കുകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വിലക്കി എന്നുള്ളത് ഇസ്ലാം വേറെ പറയുന്നുണ്ട്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ ഏതായാലും ഇത് പറ്റൂലല്ലോ. ഒന്നാമത്തെ വിഷയം അവർക്ക് ഈ ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
അതെ. പിന്നെ ഏതിന് ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടാവും. തലയെക്കെട്ട് കെട്ടിയവരും ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും ന്യായീകരിക്കാൻ. ആ ന്യായീകരണ കൂട്ടത്തിൽപ്പെട്ട ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്താണ് ഇങ്ങനെ ആണും പെണ്ണും കൂടിക്കലർന്ന സാഹചര്യത്തിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിക്കാം, നോക്കാലോ. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും, അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മുടെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. ഗോവർ ഷാഹിയിലേക്ക് തന്നെ വരാ, അവരെ കുറിച്ചാണ് നമ്മൾ പറയണത്. ഇനി ഓല് പറയണത് എന്താ അറിയോ, ഈ പറയുന്ന ഗോവർ ഷാഹി എന്നുള്ളത് റബ്ബാണ്, പടച്ചോന്റെ റബ്ബാണ്. മാത്രല്ല എന്താണ് റബ്ബുൽ അർബാബ്, എല്ലാ റബ്ബുകളുടെയും മുകളിലുള്ള ആള് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവര് പറയുന്ന സംസാരം, അപ്പം അവർ പറയുന്ന വാക്കുകൾ ഞാൻ കേൾപ്പിച്ചു തരാം. मेहदी मानो लेकिन ऊपर ऊपर से, मसीहा मानो ऊपर ऊपर से, कल की अवतार मानो ऊपर ऊपर से, लेकिन अंदर से रब नहीं, रब का रब मानो, लेकिन अंदर से रब नहीं, रब का रब मानो। जिसका ये ईमान नहीं कि गौहर शाही रब्बुल अरबाब है, वो कंजर है। മഹദീമാമായിട്ട് നിങ്ങൾ ഗോവർ ഷാഹിയെ കണ്ടോളി, അല്ലെങ്കിൽ ഈസാ നബി ആയിട്ട് കണ്ടോളി. ആന്തരികമായിട്ട് ആരാണ്? റബ്ബുൽ അർബാബാണ്. റബ്ബുൽ അർബാബാണ്, ഏറ്റവും ടോപ്പിലുള്ള റബ്ബാണ്. ഒരു പ്രസംഗിക്കാണ്. ഇവരുടെ ത്വരീക്കത്തിന്റെ പ്രചരണം എന്നുള്ളത് ബാഹ്യമായിട്ടുള്ള പ്രചരണമല്ല. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആളെ കൂട്ടിക്കൊണ്ടിരിക്കേണ്ട സ്വഭാവമാണ് ഇവർക്കുള്ളത്. അപ്പൊ ഇതാണ്. അപ്പൊ ഇങ്ങനെ പടച്ചോനേക്കാളും ഒരു റബ്ബാണ്, പടച്ചോന്റെ റബ്ബാണ് ഗോവർ ഷാഹി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഒരു വാദത്തെ, ആ ഒരു ഇതിനെ കുറിച്ച് എന്താ കുറിച്ച് ആ വിശ്വാസം പറ്റുമോ? പറ്റൂല. കാരണം വിശ്വാസം വിശ്വാസം പടച്ചോൻ തന്നെ വിശ്വാസം. അപ്പം അതാണ് കുഫറിന്റെ വാദങ്ങൾ, കാഫിറായി പോകുന്ന വാദങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ഒരുപാടുണ്ട്. ഇനി പറയണ എന്താ അറിയോ, ഗോവർ ഷാഹി ദുനിയാവിലേക്ക് വന്നാൽ പിന്നെ പടച്ചോനെ കുറിച്ച് ചർച്ച ചെയ്യരുത്. ഗോവർ ഷാഹി ദുനിയാവിലേക്ക് വന്നതിന് ശേഷം പിന്നെ അള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ഗോവർ ഷാഹി റബ്ബുൽ അർബാബാണ്. റബ്ബുൽ അർബാബോട് ഉണ്ടാകുമ്പോ പിന്നെന്തിനാ റബ്ബിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഓല് പറയുന്നത്. പറയുന്നുണ്ട് सरकार गौहर शाही के इस दुनिया में आने के बाद अल्लाह की अलूवियत और रबूबियत का प्रचार शिर्क है। അള്ള ഇലാഹാണെന്നോ ചർച്ച ചെയ്യൽ എന്താണ്? അത് ഷിർക്കാണ്. അത് ഷിർക്കാണ്. ചെയ്യേണ്ട ചർച്ച എന്താ? ഗോവർ ഷാഹിനെ കുറിച്ച്, അയാളെ റുബൂബിയത്തിനെ കുറിച്ചും ഉലൂഹിയത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഇനി പറയണ്ടേ എന്ത്? ഗോവർ ഷാഹി ലാ ഇലാഹ ഇല്ലല്ലാ എന്നും ലാ ഇലാഹ ഇല്ലാ റിയാസ് സാലിഹ് എന്നാണ് ഗോവർ ഷാഹിന്റെ യഥാർത്ഥ, റിയാസ് അഹമ്മദ് എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്നും ലാ ഇലാഹ ഇല്ലാ റിയാസ് സാലിഹ് എന്നും കൂടി പറയുമ്പോൾ ഒരു പെണ്ണ് രണ്ട് ഭർത്താവ് ഉള്ളത് പോലെയാണ്. ഒരു ഭർത്താവിന് രണ്ട് പെണ്ണൊക്കെ, ഒരു പെണ്ണിന് രണ്ട് ഭർത്താവ് ഉള്ളത് പോലെ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഭർത്താവിനെ ഒഴിവാക്കണം. അപ്പൊ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റി നിർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലാ റിയാസ് സാലിഹ് എന്ന് പറയണം. ഇത്രയും വലിയ കുഫറിന്റെ വാദങ്ങളാണ് അവർക്കുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് കൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ അതിനെക്കുറിച്ച് അത് തെറ്റാണെന്നും അത് കുഫറിന്റെ വാദമാണ് എന്നുള്ളതും പറയാനുള്ള കാരണം. ഇനി ചോദിക്കോ സമസ്ത എന്തിനെതിർത്തു എന്നുള്ളത്? ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കൂടുതൽ തെളിവുകളായിട്ട് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ നമുക്ക് വരാം. തീർച്ചയായിട്ടും ഇനി ഒരുപാട് തെളിവുകളുണ്ട്. ഇദ്ദേഹത്തെ ചന്ദ്രനിൽ കണ്ടുവെന്നും ഇദ്ദേഹത്തെ ഹജറുൽ അസ്വദിൽ കണ്ടുവെന്നും അതുപോലെ തന്നെ സൂര്യനിൽ കണ്ടുവെന്നും ബഹിരാകാശത്ത് കണ്ടെന്നുള്ള ചർച്ചകളൊക്കെ അവർ അടിച്ചിറക്കുന്നുണ്ട്. AI വെച്ചാലും ഇല്ലെങ്കിലും അവർ പ്രചരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഫോട്ടോസുകളും വീഡിയോസുകളും പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ അതിന്റെ വിഷയം എന്താണെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ സയൻസ് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന വിഷയം തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഗോവർ ഷാഹിനെ കുറിച്ച് പറയാനുള്ളത് കുഫറിന്റെ ഒരുപാട് വാദങ്ങളുണ്ട്. കാഫിറാണെന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. ഒരാളെ കുറിച്ചും കാഫിറാണെന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. പക്ഷെ എന്ത് പറയാം, അവർക്ക് കുഫറിന്റെ വാദങ്ങളുണ്ട്, കുഫറിന്റെ ആശയങ്ങൾ. ഒരു പക്ഷേ വിവരമില്ലാത്തത് കൊണ്ടായിരിക്കണം. ഏതായാലും പറയാനുള്ളത് കുടുംബത്തിലും അതുപോലെ തന്നെ മറ്റു ഇതര വിഷയങ്ങളിലൊക്കെ അവർ കയറി ഇടപെടുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഇത്തരം സോഷ്യൽ മീഡിയ വർക്കുകളിലോ ഒക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് നമ്മളതിൽ നിന്ന് പിന്മാറിയേ പറ്റുള്ളൂ. ഇത്തരം കുഫറിന്റെ വാദങ്ങളെ നമ്മൾ പൊളിച്ചടക്കിയേ പറ്റുള്ളൂ. അല്ലാഹു തആല ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി അഹ്ലുസുന്നയിൽ നമ്മുടെ യഥാർത്ഥ പണ്ഡിതന്മാരുടെ കൂടെ പിന്മുറക്കാരായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.